ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ സീലിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ അകത്ത് സീലിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ സീലിംഗ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്ന ലൈറ്റ്സും അതുപോലെ കാര്യങ്ങളെല്ലാം തന്നെ ആദ്യമേ തന്നെ തീരുമാനിക്കണം. എവിടെയാണ് ലൈറ്റ് വേണ്ടത്, എവിടെയാണ് നമ്മൾ കോ ലൈറ്റ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എവിടെയാണ് പാനൽ ലൈറ്റ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയായിരിക്കും ഡിസൈൻസ്, ആദ്യമേ തന്നെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കണം. ഔട്ട്ലൈൻ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഈ സീലിങ്ങിൻ്റെ വർക്ക് നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതല്ലാതെ നമ്മൾ ചെയ്തതിന് ശേഷം അവസാനം നമുക്ക് പല സ്ഥലങ്ങളിൽ ലൈറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിസ്ക് ആയിരിക്കും. ഇടാൻ സാധിക്കും, പക്ഷേ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഒന്നിൽ നിന്ന് ലൂപ്പ് ചെയ്ത് അടുത്തയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ട് വരാനുള്ള ചാൻസസ് കാര്യങ്ങൾ കൂടുതലാണ്. ആദ്യമേ തന്നെ നീറ്റായിട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എല്ലാത്തിനും നമ്മൾ PVC പൈപ്പ് ഇട്ട് ചെയ്തതിന് ശേഷം ഫ്ലെക്സിബിൾ ഹോസ് ഇട്ട് വേണം എല്ലാം കണക്ട് ചെയ്യാൻ സാധിക്കും. അതല്ല, നമ്മൾ എക്സ്ട്രാ പോയിന്റുകൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കതിൽ ഫ്ലെക്സിബിൾ ഇടാനുള്ള ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇവിടെ ഈ ഏരിയയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു ഔട്ട്ലൈൻ വരച്ചു, അതിൻ്റെ 4 സൈഡുകളിലായിട്ട് പാനൽ ലൈറ്റ്സ് കൊടുത്തു. പിന്നെ LED സ്ട്രിപ്പിനുള്ള പോയിൻ്റാണ് ഈ കൊടുത്തിരിക്കുന്നത് കോ ലൈറ്റ്സ് കൊടുക്കാൻ. പിന്നെ സെൻറ്ററിലായിട്ട് ഫാനിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഫാനിൻ്റെ സെൻറ്ററിലും കഴിഞ്ഞതിന് ശേഷം സൈഡിലൊരു ചെറിയ ഫാനിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് LED സ്ട്രിപ്പ് കൂടി കൊടുക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വയറിങ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉപയോഗിക്കുന്ന PVC പൈപ്പ് തന്നെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. PVC പൈപ്പും നമ്മുടെ ജംഗ്ഷനുകളും പണ്ടത്തെ നമ്മൾ ജംഗ്ഷൻ 20 mm പൈപ്പാണ്. ഈ 20 mm ജംഗ്ഷനുകൾ 3-way ജംഗ്ഷൻ, 2-way ജംഗ്ഷൻ അങ്ങനെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതല്ലാതെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പൈപ്പ് പൊട്ടിച്ച് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഷോർട്ട് ആവുക മാത്രമല്ല, ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ മെറ്റൽ ആയതുകൊണ്ട് കണ്ട നമ്മുടെ ജിപ്സം എല്ലാം ഉറപ്പിക്കുന്നത് ഇതുപോലെയുള്ള മെറ്റലിൽ വരുന്ന ഷീറ്റുകളാണ്. അപ്പോൾ ഈ മെറ്റലിൽ വരുന്ന ഷീറ്റുകളിൽ വയർ ഉരയാനുള്ള ചാൻസസ് കൂടുതലാണ്. വയർ മാത്രം വെറുതെ ഫ്രീ ആക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയർ ഉരയാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് ഉറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. പിന്നെ കത്ത് പിടിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ അതാണ് കൂടുതൽ അപകടം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു പോയിന്റ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. അതിനുശേഷം PVC പൈപ്പ് ഏതാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന PVC പൈപ്പ് തന്നെ ഇട്ട് ക്ലിയർ ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. 4 സൈഡിൽ ലൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പൈപ്പുകൾ 20 mm പൈപ്പ് അതിൻ്റെ മുകളിലൂടെ നമ്മൾ കൊടുത്തതിന് ശേഷം ടാഗ് ഇട്ട് ടൈറ്റ് ചെയ്ത് എവിടെയാണോ പോയിന്റ് വരുന്നത് അവിടെ എല്ലാം തന്നെ നമ്മൾ ജംഗ്ഷനുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ ജംഗ്ഷനിൽ നിന്നും നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഫ്ലെക്സിബിൾ ഹോസ് ഇട്ട് ഓരോ പോയിന്റുകളും താഴേക്ക് ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നു. അത്യാവശ്യം ലെങ്ത്തിൽ നീട്ടിയിടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ജിപ്സം വരുന്ന സമയത്ത് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോയിന്റ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടോ ഒരു മാക്സിമം ഒരു 90 അല്ലെങ്കിൽ ഒരു 50 സെൻറ്റിമീറ്റർ ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സിമ്പിളായിട്ട് കുറച്ച് നീട്ടിയിടുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നോക്കി അറിയാൻ പറ്റും. ആ സ്ഥലത്ത് നമുക്ക് 2 പോയിന്റ് വന്നിട്ടുണ്ട്. ആ സ്ഥലത്താണ് നമ്മുടെ കോവ് ലൈറ്റ്സ് LED സ്ട്രിപ്പിനുള്ള പോയിന്റും കൂടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ആദ്യമേ തന്നെ സീലിങ്ങിൻ്റെ വർക്കിന് മുന്നേ തീരുമാനിക്കണം. അതിനുശേഷം നമ്മൾ പോയിന്റുകൾ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് അവിടേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു മാറ്റം വരുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാറ്റം വരുത്തി കഴിഞ്ഞ് ഈ പറഞ്ഞ രീതിയിൽ വയറുകൾ ടൈറ്റ് ആവാനും അതുപോലെ തന്നെ ഈ പറയുന്ന മെറ്റലിൽ വന്ന് നമ്മുടെ ഇതെല്ലാം തന്നെ, അതായത് ജിപ്സം ഉറപ്പിക്കുന്ന എല്ലാം തന്നെ മെറ്റലിൽ ഷീറ്റാണ് വരുന്നത്. അതിൽ ഉരയാനുള്ള ചാൻസസ് കൂടുതലാണ്. ഉരഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പായി കഴിഞ്ഞാൽ ജിപ്സത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ട്രിപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ചിലപ്പോൾ ആ പോയിന്റ് തന്നെ ഉപേക്ഷിച്ച് കളയേണ്ടതായിട്ട് വരും. അപ്പോൾ പിന്നീട് അല്ലെങ്കിൽ ജിപ്സം പൊട്ടിക്കേണ്ട ഒരു ആവശ്യം വരും. പിന്നെ എക്സ്ട്രാ എമൗണ്ടും കാര്യങ്ങളൊക്കെ പണിക്കാശൊക്കെ ഒരുപാട് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ തീരുമാനിച്ചാൽ ഈ പ്രശ്നങ്ങളും സ്ട്രിപ്പിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി മാക്സിമം നല്ലൊരു സീലിംഗ് വർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നമ്മൾ ജിപ്സത്തിൻ്റെ സീലിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് പഴയ വീടുകളാണെങ്കിൽ എയർ ഹോളുകളും അതുപോലെ പുതിയ വീടുകളാണെങ്കിൽ എയർ ഹോൾ കാര്യങ്ങളുണ്ടാവും. ഈ എയർ ഹോളുകൾ അതിൻ്റെ താഴെ വെച്ചിട്ടായിരിക്കും നമ്മൾ ജിപ്സം ചെയ്യുന്നത്. അപ്പോൾ ഈ എയർ ഹോളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അടച്ചു കളയണം. അല്ലെങ്കിൽ എലി കാര്യങ്ങളെല്ലാം തന്നെ അതിലൂടെ കയറി വയർ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ, അത് മാത്രമല്ല എലിയുടെയൊക്കെ താവളമായിട്ട് അവസാനം ഈ ജിപ്സത്തിൻ്റെ മൂളുവശം മാറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ജിപ്സം ചെയ്യുന്ന സമയത്ത് സീലിംഗ് ചെയ്യുന്ന സമയത്ത് എയർ ഹോളുകൾ ഒന്നല്ലെങ്കിൽ അകത്തുനിന്ന് അടച്ചു കളയുക അല്ലെങ്കിൽ പുറത്തു നിന്ന് അടച്ചു കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.